കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത രാജേഷിൻ്റെ വേർപാട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. രാജേഷിൻ്റെ ഈ രംഗത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ഒരു സുഹൃത്തിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തനം നടത്തിയ അവസരത്തിലാണ് പെട്ടെന്ന് അപകടത്തിൽപ്പെടുകയും മരണപ്പെടുകയും ചെയ്ത സംഭവം ഉണ്ടായത്. തെരച്ചിൽ നടത്തിയ ശേഷമാണ് വളരെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുവാൻ കഴിഞ്ഞത്. രാജേഷിനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഉത്തരവാദിത്വവും സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുത്ത് ഒരു പരാതിയുമില്ലാതെ എല്ലാ സഹായങ്ങളും ചെയ്യേണ്ട ഒരു ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് പ്രതിനിധികൾ ഒരു കച്ചവടക്കാരെ പോലെ ആണ് പെരുമാറിയിരിക്കുന്നത്. സാധാരണ നമ്മൾ ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ട്, ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഈ മൃതദേഹം കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ആംബുലൻസ് കൊടുത്തില്ലെന്നോ അവർ നടന്നു പോകേണ്ടി വന്നെന്നോ അത്തരം ഒരുപാട് കഥകൾ കേൾക്കാറുണ്ട്. ഇതൊരു തഹസീൽദാർ തന്നെ 25,000 രൂപ ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി കൈക്കൂലി ചോദിച്ചു എന്നാണ് രാജേഷിൻ്റെ അടുത്ത സുഹൃത്തുക്കളും രാജേഷ് പ്രവർത്തിക്കുന്ന സംഘടനയും പറയുന്നത്. എന്ന് മാത്രമല്ല ആ മൃതദേഹവും കൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ 2-3 പ്രാവശ്യമാണ് ആ വാഹനത്തിന് തകരാറ്, പല വാഹനങ്ങളിൽ തകരാറ് ആയി ആണ് മൃതദേഹം ഇവിടെ എത്തിച്ചേരുന്നത്. ഇവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വാഹനം തകരാറായി നിർത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ദൂരയാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങളും ചെയ്യാതെയാണ് മൃതദേഹത്തെ കയറ്റി വിട്ടത്. ഇത്രയധികം അനാദരവ് കാണിക്കാൻ വേറെ ആർക്കും തന്നെ കഴിയില്ല. റവന്യൂ മന്ത്രിക്കും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇതൊന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടി കഴിയില്ല. അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ഒരു തഹസീൽദാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. ഇത് വളരെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഏതാണ്ട് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് 3 മാസത്തിനിടയിൽ ഇത്തരത്തിലുള്ള എന്തെല്ലാം സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളെ അവഹേളിക്കുക, അതുപോലെ കിടക്കുന്ന നിരവധി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട മുഖ്യമന്ത്രിയുടെ പരാതി പറയാമെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഇതിനേക്കാൾ ശിക്ഷ അർഹിക്കുന്ന കുറ്റങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം. മന്ത്രിമാർ ഈ അവസരത്തിൽ എന്തായിരുന്നു പെട്ടെന്ന് ഉണ്ടായി, ഏതായാലും 2-3 ദിവസം കഴിഞ്ഞാണ് ഇതിന് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. ആ സമയത്ത് മന്ത്രിമാർ ഇതിൽ ഇടപെട്ടോ? ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? ഈ രാജേഷിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി അവർ ഈ കാര്യത്തിൽ ചെയ്യുന്ന നടപടി എന്താണ്? സാധാരണഗതിയിൽ ഇവിടെ അന്യ സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികളൊക്കെ തന്നെ മരണപ്പെടുന്ന അവസരത്തിൽ എനിക്ക് കഴിഞ്ഞ 5 വർഷക്കാലം അറിയാം, ഒരു നടപടിക്രമമുണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് മൃതദേഹം കയറ്റി നാട്ടിൽ അയക്കുന്നതിന് വേണ്ടി സംബന്ധിച്ചിടത്തോളം. ആ നടപടിക്രമം പോലും ഈ കാര്യത്തിൽ ഇവിടെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു തഹസീൽദാർ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രശ്നം പരിഹാരം കാണാൻ കഴിയില്ല. ഇതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി പറഞ്ഞാലേ മതിയാവൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.